It's time to learn English. So today we are going to learn spoken English. Hope you all love English. എല്ലാവർക്കും ഇംഗ്ലീഷ് ഇഷ്ടമല്ലേ? സോ ഇംഗ്ലീഷിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഇന്ത്യയിലാകട്ടെ പുറത്താകട്ടെ എവിടെയായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ ഈ ഒരു സിനാരിയോയിൽ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അവർ ന്യൂ ലെസൺ. സോ 4 skills of language, that is LSRW. നമ്മൾ ഏതൊരു ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, തമിഴ്, എനി ലാംഗ്വേജ് ആയാലും 4 സ്കിൽസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലാംഗ്വേജ് അക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഏതൊക്കെയാണ്? LSRW. L is for listening, S for speaking, R for reading, and W for writing. So first one, listening. What is listening? Ability to decode the meaning of an audio string. So നമ്മളൊരു ഓഡിയോ കേൾക്കുമല്ലേ, ഏതെങ്കിലും ഒരു ഓഡിയോ, ഒരു മ്യൂസിക് ആകാം, ഇല്ലെങ്കിൽ ഒരു മൂവിയിലെ കുറച്ച് ഡയലോഗ്സ് ആകാം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നതാകാം, എനിത്തിങ് എന്ത് വേണമെങ്കിലും ആകാം. അത് നമ്മൾ കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നതാണ് ലിസണിങ് എന്ന് പറയുന്നത്. സോ ലിസണിങ്ങിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമുക്ക് മൂവീസ് കാണാം, പാട്ട് കേൾക്കാം, ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാം, പരസ്പരം ഇംഗ്ലീഷ് സംസാരിക്കാം, മറ്റുള്ളവർ പറയുന്ന കേൾക്കാം. സോ by doing all these things നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളിലേക്ക് തന്നെ അക്യൂർ ചെയ്യുവാണ്. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ലിസണിങ് ആണ്. സെക്കൻഡ് വൺ സ്പീക്കിംഗ്. വാട്ട് ഈസ് സ്പീക്കിംഗ്? സ്പീക്കിംഗ് ഈസ് എബിലിറ്റി ടു എൻകോഡ് തോട്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ എ ഓറൽ ഫോം. സോ നമുക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവില്ലേ, ഇമാജിനേഷൻ ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട് നമ്മുടെ മൈൻഡിൽ. അത് നമ്മൾക്ക് മറ്റുള്ളവരോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലൈക്ക് ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്ക് നമുക്കത് കൊടുക്കണം. സോ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, എന്താണ് അതിനുള്ള പ്ലാറ്റ്ഫോം? സ്പീക്കിംഗ്. സോ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസും ഇമാജിനേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ വേർഡ്സിൽ ആക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് സ്പീക്കിംഗ്. ദ നെക്സ്റ്റ് വൺ, റീഡിംഗ് എബിലിറ്റി. സോ തേർഡ് ആണ് റീഡിംഗ് എബിലിറ്റി. ടു ഡീകോഡ് ദ മീനിങ് ഓഫ് എ റിട്ടൺ സ്ട്രിങ്. സോ ഡീകോഡ് ദ മീനിങ് മീൻസ് നമ്മളൊരു റിട്ടൺ തിങ്, എനിത്തിങ് ആകാം, ഒരു ലെറ്റർ ആകാം, ഇല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആകാം, ഒരു ടെക്സ്റ്റ് ബുക്ക് ആകാം, എനിത്തിങ് എന്താണെങ്കിലും ആ റിട്ടൺ തിങ് നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കി, ഓ ഇതാണ് കാര്യമെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഡീകോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ റീഡിംഗ് എബിലിറ്റി, വായിച്ച് മനസ്സിലാക്കുക, അതാണ് റീഡിംഗ് എബിലിറ്റി. ദ നെക്സ്റ്റ് സ്കിൽ ഈസ് റൈറ്റിംഗ് എബിലിറ്റി. വാട്ട് ഈസ് ദാറ്റ്? ടു എൻകോഡ് തോട്ട്സ്, ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ഇൻ ടു റിട്ടൺ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയാസും നമ്മുടെ ലൈക്ക് അവർ ഇമാജിനേഷൻസും നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവില്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എഴുതി കൊടുക്കാനും. അത് നമ്മൾ സ്പീക്കിംഗ് വേർഡ്സിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്പീക്കിംഗ് ആവും, അത് റിട്ടൺ ഫോമിൽ എഴുത്തിലൂടെ ചെയ്യുമ്പോൾ അത് റിട്ടൺ ആവും. സോ 4 സ്കിൽസാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തൊക്കെയാണ്? LSRW, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4ഉം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഏതൊരു ലാംഗ്വേജും നമ്മുടെ സ്വന്തമാക്കി മാറ്റുന്നത്. സോ അതിന് സഹായിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ലേൺ. എങ്ങനെ നമുക്ക് ഇതൊക്കെ ആ ഒരു ലാംഗ്വേജ് നമുക്ക് സ്വായത്തമാക്കാമെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ്, സ്പീക്ക് സ്പീക്ക് സ്പീക്ക്. വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ലാംഗ്വേജും നമ്മൾ പഠിക്കണമെങ്കിൽ സ്പീക്കിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. സോ സ്പീക്കിംഗ്. ദെൻ യൂസ് ടെക്നോളജി. നമ്മളുടെ ഒരു പ്രസൻസ് സിനാരിയോയിൽ വി ഹാവ് എ ലോട്ട്സ് ഓഫ് ടെക്നോളജീസ്, റൈറ്റ്? വാട്സപ്പ് ഉണ്ടാവും, FB ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ലൈക്ക് യൂട്യൂബ് ഉണ്ട്, എനിത്തിങ്, ഗൂഗിൾ ഉണ്ട്, എനിത്തിങ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഏത് ഒരു പ്ലാറ്റ്ഫോം വേണമെങ്കിലും അതിനുവേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ലിസ്ണിംഗ്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ലിസ്ണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒത്തിരി ഓഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വീഡിയോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് കിട്ടാനായിട്ട്. സോ അതൊക്കെ മേക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ട്രൈ ചെയ്യണം. ദെൻ റീഡ് ഔട്ട് ലൗഡ്. റീഡ് ഔട്ട് ലൗഡ് മീൻസ് ഏതൊരു ബുക്ക് കിട്ടിയാലും എനിത്തിങ്, ലൈക്ക് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എ സ്മോൾ പീസ് ഓഫ് പേപ്പർ ആയിരിക്കാം, അത് ചുമ്മാ വെറുതെ കിടക്കുകയായിരിക്കും, പക്ഷെ നമ്മളത് വായിച്ചാൽ അഫ്കോഴ്സ് നമുക്ക് യൂസ്ഫുൾ ആവും. ലാംഗ്വേജ് പഠിക്കാൻ മാത്രമല്ല, അല്ലാതെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും ഒത്തിരി സഹായിക്കും. സോ ഓൾവേസ് ട്രൈ ടു റീഡ്. അതും ഒച്ചത്തിൽ വായിക്കാൻ നോക്കുക. റീഡ് ഔട്ട് ലൗഡ്. നമ്മൾ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ, ഒച്ചത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രൊനൗൺസിയേഷൻ കിട്ടും, മനസ്സിലാകും, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, ലൈക്ക് ഒരു ഫ്ലൂവൻസി വരും സംസാരത്തിലും, സംസാരിക്കുമ്പോഴും ലൈക്ക് നമ്മൾ വായിക്കുമ്പോഴും. സോ വി ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലേൺ ന്യൂ വേർഡ് എവ്രി ഡേ. ഓക്കെ, ഒത്തിരി വേർഡ്സ് പഠിക്കേണ്ട. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ, ലൈക്ക് നമ്മൾ ഒരു ലാംഗ്വേജ്, അഫ്കോഴ്സ് ടുഡേ വി ആർ ഫോക്കസിങ് ഓൺ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറേ ഐഡിയാസ് ഉണ്ട് മനസ്സിൽ, സംസാരിക്കുമ്പോൾ ബ്ലാങ്ക് ആയി പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലാങ്ക് ആയി പോകുന്നത്? നമുക്ക് പറയണമെന്നുണ്ട്, ബട്ട് പറ്റില്ല.
സോ അതിൻ്റെ അൾട്ടിമേറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ്സ് ലാക്ക് ഓഫ് വൊക്കാബുലറീസ്. നമുക്ക് എന്തോരം വൊക്കാബുലറീസ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. വൊക്കാബുലറി ഇല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ബ്ലാങ്ക് ആയി പോവും, മൈൻഡ് ബ്ലാങ്ക് ആയി പോവും, നമ്മൾ സ്റ്റക്ക് ആവും.